രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒന്നും കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ പങ്കെടുത്ത പല പരിപാടിയിലും ലീഗിന്റെ കൊടിയും എല്ലാ കൊടിയും ഉണ്ടായിരുന്നു. 2 കൊടിയും കൂടി ഇങ്ങനെ തന്നെ വെച്ച് കെട്ടിയിട്ട് ഇഷ്ടംപോലെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധി നടത്തിയ പരിപാടിയിലുണ്ടായിരുന്നു, എല്ലാ പരിപാടിയിലുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അവർ ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ഞങ്ങളുടെ പാർട്ട്ണറല്ലേ. കേരളത്തിലാണെങ്കിൽ എത്ര ദശാബ്ദകാലമായി പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലം മുതൽ ഞങ്ങളുടെ പാർട്ട്ണറല്ലേ IUML. ഇവർ അതായത് സ്മൃതി ഇറാനി പറഞ്ഞ വാക്കാ ഞാനാ പറഞ്ഞത്. ഒരേ സ്ഥലത്താണ് ഈ പ്രസ്താവന തയ്യാറാക്കുന്നത്. സ്മൃതി ഇറാനിയും പിണറായി വിജയനും പറഞ്ഞ ഒരേ വാചകമാണ്. ലീഗ് ബന്ധം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ തലത്തിൽ. ലീഗ് ബന്ധം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ പാർട്ട്ണറാക്കുമോ ലീഗിൻ്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ എല്ലാ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലും പങ്കെടുക്കുന്ന ഒരു യോഗം പോലും അവർ മിസ് ചെയ്തിട്ടില്ല. പിന്നെ കേരളം മുഴുവൻ ലീഗിൻ്റെ കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയും കൂടി ഒരുമിച്ച് കെട്ടിയല്ല വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ പരസ്യത്തിലും ലീഗിൻ്റെ കൊടിയുണ്ടല്ലോ, എല്ലാ പരസ്യത്തിലും. UDFൻ്റെ എംബ്ലം തന്നെ കോൺഗ്രസിൻ്റെ കൊടിയും ലീഗിൻ്റെ കൊടിയും കേരള കോൺഗ്രസിൻ്റെ കൊടിയാണ്. കേരളം മുഴുവൻ വെച്ചിട്ടുണ്ട്, വയനാട്ടിൽ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിലൊന്നും. ലീഗിനൊരു പരാതിയില്ലല്ലോ. ദേശാഭിമാനിക്ക് മാത്രം പരാതി ഉണ്ടായിരുന്ന കാര്യം. അവർക്കൊന്നും ഒരു പരാതിയില്ല. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് എല്ലാവരുടെയും ഹോപ്പ് എന്ന് പറഞ്ഞാൽ, എല്ലാവരുടെയും പ്രതീക്ഷ ആ മനുഷ്യനാണ്. ഭാരതത്തെ ഭിന്നിപ്പിക്കാൻ BJP സംഘപരിവാർ നിൽക്കുമ്പോൾ ഭാരതത്തെ ഒന്നിപ്പിക്കാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ തെരുവുകളിലൂടെ നടന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ച ആ മനുഷ്യനാണ് ജനാധിപത്യ ഭാരതത്തിൻ്റെയും മതേതര ഭാരതത്തിൻ്റെയും സ്വപ്നവും പ്രതീക്ഷയും. അത് തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത്. അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത്. അല്ല, ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രധാനപ്പെട്ട കക്ഷിയൊന്നുമില്ല. അതിലെ ദേശീയ നേതാക്കൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ പറയുന്നതാണ്. ആ സീതാറാം യെച്ചൂരി പ്രകാശ് കാരോട്ടൊക്കെ അവിടെ നന്നായിട്ട് സഹകരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ അവർ പറയണം, കാരണം ഇവരുടെ ചിലവിലാണ് ആ കേന്ദ്ര കമ്മിറ്റി ഓഫീസൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ആ പാവങ്ങൾ പറയണമെന്നില്ല. ഞങ്ങൾ അവരെ പറ്റി ഒരു പരാതിയും പറയാറില്ലല്ലോ. യെച്ചൂരിയെക്കുറിച്ചോ ആരാട്ടിനെ കുറിച്ചൊന്നും ഞങ്ങളൊരു പരാതിയും പറയാറില്ല. അവർ പാവങ്ങൾ ആ പാർട്ടി കോൺഗ്രസ്സിൽ വന്നിട്ട്, കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ വന്നിട്ട് സ്ട്രോങ് ആയിട്ട് മോഡിയും BJPക്കെതിരെ വിമർശിച്ചു. പിണറായി വിജയൻ മാത്രം മോഡിയെയും BJPയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. പാർട്ടി കോൺഗ്രസ് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമായിരുന്നു, മിണ്ടൂല, പേടിയാണ്. ഞാൻ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് ആദ്യത്തെ പരാതി കൊടുത്തു, രണ്ടാമത്തെ പരാതി കൊടുത്തു. വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. എങ്ങനെയെങ്കിലും ഇത് നടന്നു പോട്ടെ എന്നുള്ളൊരു ലൈനിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിൽക്കുന്നത്. അത് ശരിയല്ല. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. വോട്ടിൻ്റെ ബാലറ്റിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.